2 ദിവസം മുന്നേ ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്ന് ഞാനൊരു ചോദ്യം കേൾക്കുന്നത്. "മോനെ, അമ്മയ്ക്കൊരു ചായയും കടിയും വാങ്ങി തരുമോന്ന്?" ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രായമായ ഈ ഒരു അമ്മയാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. ആ അമ്മ ചായയും കടിയും വാങ്ങാനായിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് പോയി. ആ അമ്മ ഇരുന്ന സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോഴാണ് ആ ഒരു ബാസ്ക്കറ്റിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് കണ്ടു. ഞാനപ്പോൾ അടുത്തേക്ക് ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുട്ടിയാണ്. വളരെ ക്ഷീണിതനായ ഒരു പൂച്ചക്കുട്ടി. അപ്പോൾ ആ അമ്മ ചായയും കടിയും വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, "ഇതിനെ എവിടുന്ന് കിട്ടിയതാ?" ആ അമ്മേനോട് പറഞ്ഞു, "എനിക്കിതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാ." അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, "ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോവാ?" ആ അമ്മ ഒന്നും ആലോചിക്കാതെ തന്നെ എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, "ഞാൻ പോകുന്നിടത്തേക്ക് കൊണ്ടുപോകണമെന്നാണ്." നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം മെച്ചപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള മിണ്ടാപ്രാണികളെയൊക്കെ ഉപേക്ഷിക്കുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട്. ഓരോരുത്തരത്തേക്ക് ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് വീട്ടിലുള്ള പെറ്റ്സിനെ നോക്കാൻ പറ്റാതെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതും ഉപേക്ഷിക്കുന്നതും ഒക്കെ. പക്ഷേ ഈ അമ്മയെപ്പോലെ നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യർ നമുക്ക് കാണിച്ചു തരും ഒന്നുമില്ലായ്മയിലും അവരുടെയൊക്കെ യഥാർത്ഥ സഹജീവി സ്നേഹം എന്താണെന്നുള്ളത്.